ബലിയാകുവാൻ ബലിയേകുവാൻ ബലിപീഠത്തിൽ ഒരു മെഴുതിരി പോലുരുകാൻ വിളിക്കുന്നു ദൈവം, വിളിക്കുന്നു ദൈവം, അഭിഷേകമേകുന്നു ദൈവം. നയിക്കുന്നു ദൈവം, നയിക്കുന്നു ദൈവം, അനുഗ്രഹമേകുന്നു ദൈവം. ബലിയാകുവാൻ ബലിയേകുവാൻ ബലിപീഠത്തിൽ ഒരു മെഴുതിരി പോലുരുകാൻ വിളിക്കുന്നു ദൈവം, വിളിക്കുന്നു ദൈവം, അഭിഷേകമേകുന്നു ദൈവം. നയിക്കുന്നു ദൈവം, നയിക്കുന്നു ദൈവം, അനുഗ്രഹമേകുന്നു ദൈവം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. മിശിഹായിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, സ്റ്റെഫാനോസിൻ്റെ രക്തസാക്ഷ്യത്തിന് ശേഷം പൊട്ടിപ്പുറപ്പെടുന്ന മതമർദ്ദനത്തിൻ്റെയും വിശ്വാസികളുടെ ചിതറിപ്പോക്കിനെയും കുറിച്ചാണ് ഇന്നത്തെ ഒന്നാമത്തെ വായനയായ അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ നാം വായിച്ച് കേൾക്കുക. രണ്ട് വിരുദ്ധ ഭാവങ്ങൾ ഇന്ന് നാം കാണുന്നു. ഒന്ന്, രക്തം നുകർന്ന വേട്ടമൃഗത്തെ പോലെ അലറി ഓടുന്ന സാവൂളിനെയും അന്ന് അതിവിശിഷ്ടമായ ആ പ്രകാശം അവൻ ദർശിക്കുമ്പോൾ ഇനിമേൽ ഞാനല്ല ക്രിസ്തുവാണ് എന്നിൽ വസിക്കുക എന്ന് വിളിച്ചു പറയുന്ന അവൻ്റെ സ്വരം നാം ഇനിമേൽ കേൾക്കും. സഭയുടെ ഈറ്റുനോവ് ശരീരത്തിൽ പേറിയവൻ, യഥാർത്ഥ ഒരു ക്രിസ്ത്യാനിയിലേക്കുള്ള മനപരിവർത്തനം നമ്മളവിടെ കാണുകയാണ്. അതുപോലെ തന്നെ പീലിപ്പോസിൻ്റെ വചനപ്രഘോഷണവും ശുശ്രൂഷയും ലഭിച്ച ഒരു ജനത ആനന്ദത്തിൻ്റെ ഒരു ഗീതം ആലപിക്കുകയാണ്. അവർ സുവിശേഷത്തിൻ്റെ വിജയഗീതി ആനന്ദഭീരി ആലപിക്കുന്നു. അത്തരത്തിലുള്ള ഒരു ആനന്ദഗീതമാണ് ഇന്ന് നാം വായിച്ച് കേൾക്കുന്ന 66-ാം സങ്കീർത്തനം. വളരെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആനന്ദം എന്നൊരു വിളിപ്പേരുള്ള അല്ലെങ്കിൽ ഓമന പേരിട്ട് സഭ വിളിക്കുന്ന ഒരു പുണ്യവതിയുടെ തിരുനാൾ കൂടി ഇന്ന് സഭ സാഘോഷം കൊണ്ടാടുകയാണ്. സിയനായിലെ വിശുദ്ധ കാതറിൻ്റെ തിരുനാൾ. എഫ്രോസൂനെ എന്ന ഓമന പേരാണ് അവളുടെ കുട്ടിക്കാലത്ത് അവളെ വിളിച്ചിരുന്നത്. എഫ്രോസൂനെ എന്ന് പറഞ്ഞാൽ ആനന്ദം എന്നർത്ഥം. 1347 സിയനായിലെ, അതായത് ഇറ്റലിയിലെ സിയനായിൽ വിശുദ്ധ കാതറിൻ ജനിച്ചു. സഭയിൽ സ്ത്രീകൾക്ക് പുല്ലുവിലയാണെന്നും സഭയിൽ സ്ത്രീകൾ ഒതുങ്ങി നിന്നാൽ മതിയെന്നും എട്ടും പൊട്ടും തിരിയാത്തവർ പറയുന്നവർ തീർച്ചയായും വായിച്ചിരിക്കേണ്ട ഒരു പുണ്യചരിതയുടെ ജീവിതമാണ് സിയനായിലെ വിശുദ്ധ കാതറിൻ്റെ ജീവിതം. അസാമാന്യ കാര്യങ്ങൾ ഒരുപാട് ചെയ്ത ഒരു വിശുദ്ധയാണ് കാതറിൻ. അവളുടെ അന്ത്യമൊഴി ക്രിസ്തുവിൻ്റെയും നമ്മൾ ഇന്നലെ വായിച്ചു കേട്ട സ്റ്റെഫാനോസിൻ്റെയും അന്ത്യമൊഴികൾ ഒരുപോലെയായിരുന്നു. അങ്ങേക്കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്നിവയായിരുന്നു അത്. നിങ്ങൾ ഹൃദയത്തിൽ ഒരാലയം പണിയുക, എന്ത് സംഭവിച്ചാലും അവിടെ നിന്ന് ഓടിക്കളയാൻ പറ്റുകയില്ലെന്ന് ഒരിക്കൽ കാതറിൻ പറയുകയാണ്. ഈയിടെ സമൂഹ മാധ്യമത്തിൽ പ്രചരിച്ച ഈ കൊറോണ സംബന്ധിച്ച ഒരു പോസ്റ്റ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. പിശാച് ചിരിച്ചുകൊണ്ട് യേശുവിനോട് പറയുന്നു, നിന്റെ ദേവാലയങ്ങളെല്ലാം ഞാൻ അടപ്പിച്ചു. അപ്പോൾ ക്രിസ്തു ഒരു ചെറുമന്ദഹാസത്തോടെ തിരിച്ചു പറയുകയാണ്, നീ ദേവാലയങ്ങളെ അടപ്പിച്ചപ്പോൾ എല്ലാ ഭവനങ്ങളും ഞാൻ എൻ്റെ ദേവാലയങ്ങളാക്കി. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ പലരും ഭവനത്തിലിരുന്നാണ് ഈ ദിവ്യബലി അർപ്പിക്കുക. പക്ഷെങ്കിൽ പോലും ആത്മീയമായിട്ട് നമ്മൾ ദൈവത്തെ സ്വീകരിക്കുകയാണ്. ഇന്ന് സുവിശേഷത്തിൽ ക്രിസ്തു ജീവൻ്റെ അപ്പത്തെക്കുറിച്ച് പറയുന്നു. ഈ വിശുദ്ധയും തൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ ആഹാരം ദിവ്യകാരുണ്യമല്ലാതെ മറ്റൊരാഹാരവും കഴിക്കാതെ കഴിച്ചുകൂട്ടിയ കാലയളവുകളുണ്ടായിരുന്നു. പ്രിയ സഹോദരങ്ങളെ, ഈ വ്യത്യസ്തമായ കാലഘട്ടത്തിൽ നാം ഈ ബലി അർപ്പിക്കുമ്പോഴും നമ്മുടെ ഭവനങ്ങളിലായിരുന്നു അർപ്പിക്കുമ്പോഴും
നമുക്കും വിശുദ്ധ കാതറിനിലെ പോലെ ദിവ്യകാരുണ്യത്തെ കേന്ദ്രീകരിച്ചുള്ള ഒരു ജീവിതമാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അവൾക്ക് സഭയോടും ദിവ്യകാരുണ്യനാഥനോടുള്ള അടങ്ങാത്ത സ്നേഹവും അഭിനിവേശവുമെല്ലാം നമുക്കും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ഈ ബലിമധ്യേ പ്രാർത്ഥിക്കാം. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരർ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, കർത്താവിൻ്റെ പീഡാസഹനം ധ്യാനിക്കുന്നതിനും അങ്ങേ സഭയെ ശുശ്രൂഷിക്കുന്നതിനും വിശുദ്ധ കത്രീനയെ ദിവ്യസ്നേഹത്താൽ അങ്ങ് ഉജ്ജ്വലിപ്പിച്ചുവല്ലോ. ഈ വിശുദ്ധയുടെ മാധ്യസ്ഥത്താൽ ക്രിസ്തുവിൻ്റെ രഹസ്യത്തോട് ഐക്യപ്പെട്ട് അങ്ങേ ജനം അവിടുത്തെ മഹത്വത്തിൻ്റെ വെളിപാടിൽ എന്നും ആനന്ദിക്കാൻ അനുഗ്രഹം നൽകണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടള്ളണമേ. ആമേൻ. ഒന്നാം വായന അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന്. അക്കാലത്ത് ജെറുസലേമിലെ സഭയ്ക്കെതിരായി വലിയൊരു മതമർദ്ദനം പൊട്ടിപ്പുറപ്പെട്ടു. അപ്പസ്തോലന്മാരൊഴികെ മറ്റെല്ലാവരും യൂദയായിലെയും സമറിയായിലെയും ഗ്രാമപ്രദേശങ്ങളിലേക്ക് പലായനം ചെയ്തു. ഭക്തരായ ചിലർ സ്തെഫാനോസിനെ സംസ്കരിച്ചു. അവർ അദ്ദേഹത്തെ പ്രതി വളരെയധികം വിലപിക്കുകയും ചെയ്തു. ഇതിനിടയ്ക്ക് സാവൂൾ വീടുതോറും പോയി പുരുഷന്മാരെയും സ്ത്രീകളെയും വലിച്ചിഴച്ചു കൊണ്ടുവന്ന് കാരാഗൃഹത്തിൽ അടച്ച് സഭയെ മർദ്ദിച്ചുകൊണ്ടിരുന്നു. നാനാഭാഗങ്ങളിലേക്കും ചിതറിപ്പോയവർ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടാണ് ചുറ്റി സഞ്ചരിച്ചിരുന്നത്. ഫിലിപ്പോസ് സമറിയ നഗരത്തിൽ പോയി മിശിഹായെ പ്രതി പ്രസംഗിച്ചു. അദ്ദേഹം ചെയ്ത അത്ഭുതങ്ങൾ കണ്ട് ജനക്കൂട്ടം ഏകമനസ്സോടെ അദ്ദേഹത്തിൻ്റെ വചനങ്ങൾ ശ്രവിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹം അനേകം പിശാചുബാധിതരിൽ നിന്ന് പിശാചുക്കൾ ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് ഒഴിഞ്ഞുപോയി. പക്ഷേ പക്ഷവാത രോഗികളും മുടന്തരും സൗഖ്യം പ്രാപിച്ചു. അങ്ങനെ ആ നഗരത്തിൽ വലിയ ആഹ്ലാദമുണ്ടായി. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ഭൂവാസികളെ ദൈവത്തെ സ്തുതിക്കുവിൻ. ഭൂവാസികളെ ദൈവത്തെ സ്തുതിക്കുവിൻ. ഭൂവാസികളെ ദൈവത്തെ സ്തുതിക്കുവിൻ. അവിടുത്തെ തിരുനാമത്തിൻ്റെ മഹത്വം പ്രകീർത്തിക്കുവിൻ. അവിടുത്തേക്ക് മഹൽ സ്തുതികൾ സമർപ്പിക്കുവിൻ. നിങ്ങൾ ദൈവത്തോട് ഏറ്റുപറയുവിൻ. അവിടുത്തെ പ്രവൃത്തികൾ എത്ര വിസ്മയാവഹം. ഭൂവാസികളെ ദൈവത്തെ സ്തുതിക്കുവിൻ. ഭൂവാസികളെ ദൈവത്തെ സ്തുതിക്കുവിൻ. ഭൂമി മുഴുവനും അങ്ങയെ ആരാധിക്കട്ടെ. അങ്ങയുടെ സ്തുതികൾ പാടട്ടെ. അങ്ങയുടെ നാമം പ്രകീർത്തിക്കട്ടെ. നിങ്ങൾ വന്ന് കർത്താവിൻ്റെ പ്രവൃത്തികൾ കാണുവിൻ.
വിസ്മയാവഹമായ കാര്യങ്ങൾ അവിടുന്ന് മനുഷ്യരുടെ ഇടയിൽ ചെയ്തിരിക്കുന്നു. ഭൂവാസികളെ ദൈവത്തെ സ്തുതിക്കുവിൻ. ഭൂവാസികളെ ദൈവത്തെ സ്തുതിക്കുവിൻ. അവിടുന്ന് സമുദ്രത്തെ വരണ്ട ഭൂമിയാക്കി, കാൽനടയായി അവർ നദി കടന്നുപോയി. ആകയാൽ അവിടുത്തെ പ്രതി നമുക്ക് ആനന്ദിക്കാം. നിത്യമായ ശക്തിയാൽ അവിടുന്ന് ഭരണം നടത്തുന്നു. ഭൂവാസികളെ ദൈവത്തെ സ്തുതിക്കുവിൻ. ഭൂവാസികളെ ദൈവത്തെ സ്തുതിക്കുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സമസ്തവും സൃഷ്ടിച്ചവനും മനുഷ്യവർഗത്തോട് കരുണയുള്ളവനുമായ ക്രിസ്തു പുനരുദ്ധാനം ചെയ്തു. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് ഈശോ ജനങ്ങളോട് അരുളി ചെയ്തു, ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു. എൻ്റെ അടുക്കൽ വരുന്നവന് വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ഒരിക്കലും ദാഹിക്കുകയുമില്ല. നിങ്ങളെന്നെ കണ്ടിട്ട് പോലും വിശ്വസിക്കുന്നില്ലെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. പിതാവ് എനിക്ക് നൽകിയിട്ടുള്ളവരെല്ലാം എൻ്റെ അടുക്കൽ വരും. എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ തിരസ്കരിക്കുകയുമില്ല. എൻ്റെ ഇഷ്ടം നിറവേറ്റാനല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം നിറവേറ്റാനത്രേ ഞാൻ സ്വർഗത്തിൽ നിന്ന് വന്നിട്ടുള്ളത്. എനിക്ക് നൽകിയിട്ടുള്ളവരിൽ ഒരുവൻ പോലും നഷ്ടപ്പെടാതെ അവസാന ദിവസം അവരെ ഞാൻ ഉയർപ്പിക്കണം എന്നതാണ് എന്നെ അയച്ച പിതാവിൻ്റെ ആഗ്രഹം. പുത്രനെ കാണുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവരെല്ലാം നിത്യജീവൻ പ്രാപിക്കണമെന്ന് എന്നെ അയച്ച പിതാവ് ആഗ്രഹിക്കുന്നു. അവസാന ദിവസം അവനെ ഞാൻ ഉയർപ്പിക്കും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. യാഗവേദിയിൽ എന്നെ അങ്ങേക്കർപ്പണം ചെയ്യുന്നിതാ. യാഗവേദിയിൽ എന്നെ അങ്ങേക്കർപ്പണം ചെയ്യുന്നിതാ. ഈ ജീവിതാർച്ചന സ്വീകരിച്ചെന്നെ നിൻ സ്വന്തമാക്കുവാൻ കനിയൂ. ഈ ജീവിതാർച്ചന സ്വീകരിച്ചെന്നെ നിൻ സ്വന്തമാക്കുവാൻ കനിയൂ. ഈ യാഗവേദിയിലെന്നെ അങ്ങേക്കർപ്പണം ചെയ്യുന്നിതാ. എൻ കണ്ണിൽ നിറയും ചുടുകണ്ണുനീർ കാസയിൽ അർപ്പിക്കുന്നു. എന്നാത്മനൊമ്പരത്തീയണയ്ക്കാ നിന്നാത്മശാന്തികൂ. എന്നകതാരിൽ നിന്നിറവേകി നവസൃഷ്ടിയാക്കണമേ. എന്നെ നവസൃഷ്ടിയാക്കണമേ. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്നും ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവെ, വിശുദ്ധ കത്രീനയുടെ സ്മരണ ആഘോഷിച്ചുകൊണ്ട് ഞങ്ങൾ അർപ്പിക്കുന്ന രക്ഷാകര ബലി സ്വീകരിക്കണമേ. ഈ വിശുദ്ധയുടെ പ്രബോധനങ്ങളാൽ ഉദ്ബോധിതരായി സത്യദൈവമായ അങ്ങേക്ക് കൂടുതൽ തീക്ഷ്ണതയോടെ കൃതജ്ഞത അർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരാകുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി
ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടല്ലണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവും അത്രേ. കർത്താവെ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ സ്വർഗരാജ്യത്തെ പ്രതി തങ്ങളെ തന്നെ ക്രിസ്തുവിന് സമർപ്പിച്ച വിശുദ്ധരിൽ അങ്ങേ വിസ്മയനീയമായ പരിപാലനം ആഘോഷിക്കുന്നത് സമുചിതമാണ്. അങ്ങനെ മനുഷ്യപ്രകൃതിയെ ആദ്യോത്ഭവത്തിൻ്റെ വിശുദ്ധിയിലേക്ക് തിരികെ വിളിക്കുകയും നവയുഗത്തിൽ പ്രാപിക്കുകയും അനുഭവിക്കുകയും ചെയ്യേണ്ട ദാനങ്ങളിലേക്ക് അങ്ങ് ആനയിക്കുകയും ചെയ്യുന്നു. ആകയാൽ വിശുദ്ധരോടും സകല മാലാഖമാരോടും ചേർന്ന് അങ്ങേ സ്തുതിച്ചുകൊണ്ട് അവിരാമം ഞങ്ങൾ ആലപിക്കുന്നു. പരിശുദ്ധൻ, 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 സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും പിണ്ടലവും. ഹോസാന, ഹോസാന, അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരോരേറ്റം ധന്യനുമാം. ഹോസാന, ഹോസാന, അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവെ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റയ്ക്ക് വിടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേ കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. ഞങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും
ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവിൽ ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സൂസപാക്യം മെത്രാപോലീത്തയോടും സഹായമെത്രാനായ ക്രിസ്തുദാസ് പിതാവിനോടും വൈദികഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയുടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽക്കൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താതാ, നിൻ നാമം പൂജിതം ആയിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോൽ നിന്നുള്ളം പാരിലും ആയിടേണം. അന്നു വേണ്ടുന്നോരാഹാരമെന്നും ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യർതൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങളുടെ ദ്രോഹവും നീ ക്ഷമിക്കാം. പാപ പരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നും നീ കാത്തിടേണം. തിന്മയിൽ നിന്നും നീ കാത്തിടേണം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർ നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങേ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ.
ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ യേശുവേ, അങ്ങ് ഈ ദിവ്യകൂദാശയിൽ സന്നിഹിതനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായും ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്ന് അകലാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. കാരുണ്യമേ, നവ്യസ്നേഹമേ, എൻ്റെ ഉള്ളിൽ വാഴുവാൻ നീ വരൂ വരൂ. ദിവ്യകാരുണ്യമേ, നവ്യസ്നേഹമേ, എൻ്റെ ഉള്ളിൽ വാഴുവാൻ നീ വരൂ വരൂ. സ്നേഹമാ ശാന്തിയാ ആന്തരിക സൗഖ്യമാ ജീവനായി മോദമായി സ്നേഹജ്വാലയാ നീ വരൂ. സ്നേഹമേ, കാത്തിരിപ്പൂ ഞാൻ ദിവ്യമാ തിരുമുഖം ഓർത്തിരിപ്പൂ ഞാൻ.
രോഗികളെ സുഖപ്പെടുത്തുകയും ദുഃഖിതരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, കൊറോണ വൈറസ് മൂലം രോഗബാധിതരായി കഴിയുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ തിരുമുൻപിൽ സമർപ്പിക്കുന്നു. അവരെ ശുശ്രൂഷിക്കുന്ന ഡോക്ടർമാർ, നഴ്സുമാർ, ബന്ധുമിത്രാദികൾ എന്നിവരെയെല്ലാം രോഗബാധയിൽ നിന്ന് സംരക്ഷിക്കുകയും കാത്തുകൊള്ളുകയും ചെയ്യണമേ. രോഗികളോട് ശുശ്രൂഷ മനോഭാവത്തോടെയും ആത്മധൈര്യത്തോടെയും പെരുമാറുവാനുള്ള കൃപ അവർക്ക് നൽകണമേ. കൊറോണ വൈറസിനെ പ്രതിരോധിക്കുവാനുള്ള മാർഗങ്ങൾ കണ്ടെത്തുവാൻ രാഷ്ട്രതലവന്മാരെയും ഭരണാധികാരികളെയും ഡോക്ടർമാരെയും അങ്ങ് സഹായിക്കണമേ. മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല എന്ന് ഉദ്ഘോഷിച്ച സങ്കീർത്തകനോട് ചേർന്ന് ഉറച്ച വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങളും അങ്ങിൽ ആശ്രയിക്കുന്നു. നിനവേ നിവാസികളെ പോലെ അനുതാപവും പ്രായശ്ചിത്തവും വഴി ഞങ്ങളും മാനസാന്തര വഴികളിലൂടെ അങ്ങേ പക്കലേക്ക് തിരികെ വരുന്നു. ഞങ്ങളുടെ എളിയ പ്രാർത്ഥനകൾ സ്വീകരിച്ച് എല്ലാ വിപത്തുകളിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും വിശിഷ്യ കൊറോണ വൈറസ് ബാധയിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങയുടെ അനന്തമായ കാരുണ്യത്താൽ സംരക്ഷിക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങൾ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, വിശുദ്ധ കത്രീനയുടെ ഐഹിക ജീവിതം പരിപോഷിപ്പിച്ച സ്വർഗീയ വിരുന്ന് ഞങ്ങളെയും പരിപോഷിപ്പിക്കുകയും ഞങ്ങൾക്ക് നിത്യജീവൻ പ്രദാനം ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടറിയണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി. പരിശുദ്ധ കന്യാ മറിയമേ, എന്നിൽ കനിയണമെന്നും കരുണാനിധേ, ഒരു ദിവ്യപുത്രനു ജന്മം നൽകിയ പരിശുദ്ധയാണു നീ. ഒരു ദിവ്യപുത്രനു ജന്മം നൽകിയ പരിശുദ്ധയാണു നീ. ഇരുളിൽ വിടർന്നൊരു മലരാണു നീ എന്നും, ഇടറുന്ന ജീവനു തുണയേകി നീ. ഇരുളിൽ വിടർന്നൊരു മലരാണു നീ എന്നും, ഇടറുന്ന ജീവനു തുണയേകി നീ.
ഇടനെഞ്ചു പൊട്ടി കരയുന്ന ഞങ്ങൾക്ക് ഇരുളിലും തുണയേകണേ. ഇടനെഞ്ചു പൊട്ടി കരയുന്ന ഞങ്ങൾക്ക് ഇരുളിലും തുണയേകണേ. പരിശുദ്ധ കന്യാ മറിയമേന്നിൽ കനിയണമെന്നും കരുണാനിധേ. ഒരു ദിവ്യപുത്രനു ജന്മം നൽകിയ പരിശുദ്ധയാണു നീ. ഒരു ദിവ്യപുത്രനു ജന്മം നൽകിയ പരിശുദ്ധയാണു നീ.